ഹലോ ഐസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗൂഗിൾ പിക്സൽ 10 പ്രോ. ഇതിനെ പറ്റിയുള്ള റിവ്യൂ, ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒട്ടും സമയം കളയാണ്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോട്ടോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഗൂഗിൾ ഒഫീഷ്യൽ പ്രൊമോട്ടറാണ്. ഞങ്ങളുടെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ പിക്സൽ 10 പ്രോ. ഇതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഫീച്ചർ 1 ഗൈസ്, ഈ ഫോണിൻ്റെ ഇല്ലേ തുടങ്ങണേ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ഇല്ലേ ബ്രൈറ്റ് 6.3 ഇഞ്ചാണ് ഗൈസ്. അവർ മെയിനായിട്ട് തന്നെ ബ്രൈറ്റ് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഗൈസ്? നിങ്ങൾക്കില്ലേ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നെസ്, ക്ലാരിറ്റി കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊന്നും ഒരു വീഴ്ചയും കമ്പനി കൊടുത്തിട്ടില്ല. നല്ല രീതി തന്നെ നിങ്ങൾക്ക് നല്ല പ്രീമിയം ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു ബ്രൈറ്റ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 6.3 ഇഞ്ചാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, നല്ല വലിയ സ്ക്രീനൊക്കെയാണ് തന്നെ ഇറങ്ങുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നോർമൽ ഫോൺ, ആ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് തന്നെയാണ് ഈ ഫോണിന് വരുന്നത്, 6.3 ഇഞ്ച്. ഒരു നോർമൽ പ്രീമിയം ഫോൺ, നോർമലായിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു നോർമൽ സൈസാണ് ഈ ഫോണിന് വരുന്നത്, 6.3 ഇഞ്ച്. നിങ്ങൾക്ക് ഓർത്താൻ മനസ്സിലാവില്ല ഗൈസ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഗൈസ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ LTPO OLED ഡിസ്പ്ലേ ആണ്. ഇപ്പം മിക്ക ഫോണിലും AMOLED ആണ് വരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഫോണിൽ അതുക്കും മേലെയാണ്, OLED ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞില്ല ഗൈസ്, കുറച്ച് കിടിലൻ സാധനമാണ്. എന്താണെന്നറിയോ? ഈ ഫോൺ പറഞ്ഞ ചിപ്സെറ്റ് എന്ന് പറഞ്ഞില്ല ഗൈസ്. ഇനി അടുത്ത തലമുറ ഉണ്ടല്ലോ, അടുത്ത ജനറേഷൻ, അടുത്ത തലമുറകളിൽ എല്ലാ ഫോണുകളിലും വരുന്ന ഒരു ചിപ്സെറ്റാണ് ഞങ്ങൾ ഇറക്കിയേക്കണം. വേറൊന്നുമല്ല, ടെൻസർ G5 ചിപ്പ്, ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ടെൻസർ G5 ചിപ്പ് ഗൈസ്. ഇനി അടുത്ത തലമുറകളിൽ എല്ലാ ഫോണുകളിലും ഈ ചിപ്പായിരിക്കും വരാൻ പോകുന്നത്. അത് ഞങ്ങളങ്ങ് ഇറക്കി, വേറെ ഒന്നും നോക്കിയില്ല, പൈസ ഒന്നും നോക്കിയില്ല ഗൈസ്. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്കെ, പ്രോസസ്സർ ഗൈസ്. ഈ ഫോണിൻ്റെ പ്രോസസ്സറില്ലേ കുറച്ച് കിടില സാധനം തന്നെയാണ്. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിടിലം ബാക്കപ്പും, ഒരു ലാഗോ ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല. അത്ര കിടിലം പ്രോസസ്സറാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, ഗൂഗിൾ ടെൻസർ G5 ടൈറ്റൻ M2 സെക്യൂരിറ്റി പ്രോസസ്സർ. കുറച്ച് വലിയ പേരായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതാണ് ഈ പ്രോസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. നല്ല കിടിലം പ്രോസസ്സറാണ്, നല്ല കിടിലം ബാക്കപ്പ് ആയാലും എന്ന് വെച്ചാൽ ഒരു ലാഗാ അങ്ങനെ ഒന്നും വരത്തില്ല, ഉറപ്പ് ചെയ്യാൻ പറയാം. കാരണം അത്ര കിടിലം പ്രോസസ്സറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കണം. പൈസ ഒന്നും നോക്കിയിട്ടില്ല അവർ, അത്രേ ഉള്ളൂ. ആൾക്കാരെ ഹാപ്പി ആക്കണം, അത്രേ ഉള്ളൂ. വേറെ പൈസ പോകേണ്ട വിഷമമൊന്നും അവർക്കില്ല ഗൈസ്. ഓക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും മെയിനായിട്ട് നോക്കേണ്ട സംഭവമുണ്ട്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഒക്കെയാണ് അല്ലേ ഗൈസ്? എല്ലാവരും നോക്കാറില്ലേ ഗൈസ്? ഈ ഫോണിൻ്റെ തുടക്കം എന്ന് പറഞ്ഞില്ലേ ഗൈസ്, 16 GB തുടങ്ങണം. 16 GB ആൻഡ് 128 GB ആണ് റാം വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 256, അതാണ് സ്റ്റോറേജ് വരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഇല്ല ഗൈസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു നോർമൽ രീതിയിലാണ്, എന്ന് വെച്ചാൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ കമ്പനി ഈ ഡിസ്പ്ലേ എങ്ങനെ അവർ പറഞ്ഞേക്കണമെന്ന് അറിയോ? ഡിസ്പ്ലേ 6.3 ഇഞ്ച് സൂപ്പർ ആക്റ്റുവ LTPO OLED ഡിസ്പ്ലേ അപ് ടു 3300 നൈറ്റ് പീക്കറ്റ് ബ്രൈറ്റ്നെസ്. അങ്ങനെയാണ് കമ്പനി കുറച്ചും കൂടി ഹൈ ലെവലിലാണ് അവർ ഡിസ്പ്ലേ അങ്ങനെ പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്കില്ലേ എത്ര രാത്രിയായാലും നിങ്ങൾ ഈ ഫോൺ കൊണ്ട് വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ബ്രൈറ്റ്നെസ്സോടെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു വെട്ടമൊക്കെ ഉണ്ടാവും ഗൈസ് വീഡിയോയിൽ. എത്ര രാത്രിയായാലും ഈ ഫോൺ കൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്താൽ എന്നുവെച്ചാൽ കുറച്ചും കൂടി വെട്ടം ഉണ്ടാകുന്നില്ല. അതാണ് ഒരു ബ്രൈറ്റ് എന്നൊക്കെ എടുത്ത് പറയണത്. 3300 നൈറ്റ് പീക്ക് ഗൈസ്. എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ ഇല്ലേ, നല്ല കിടിലൻ ക്യാമറ തന്നെയാണ്. നിങ്ങൾ എത്ര ഇരുട്ടത്ത് നിങ്ങൾ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ഒരു വെട്ടം കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ഭംഗി, അത് തന്നെ. എന്ന് വെച്ചാൽ ഭയങ്കര ഇരുട്ട് അങ്ങനെ തോന്നത്തില്ല. എന്ന് വെച്ചാൽ നല്ല വെട്ടം ഉണ്ടാവും ഗൈസ് വീഡിയോ വരായാലും ഫോട്ടോയിലായാലും നല്ല വെട്ടം ഉണ്ടാവും. അതാണ് അവർ കുറച്ചും കൂടി എടുത്ത് പറയണത്. ഓക്കെ. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓക്കെ, ബാറ്ററി. എല്ലാവരും നോക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബാറ്ററി ഗൈസ്. ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ
4870 mAh ബാറ്ററിയാണ് വരുന്നത്. വിത്ത് ഫാസ്റ്റ് വയേർഡ് QI2 വയർലെസ് ചാർജിങ്. അതും അവർ ഈ കമ്പനീൻ്റെ ഒപ്പം ഈ ബാറ്ററീൻ്റെ ഒപ്പം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഫാസ്റ്റ് വയേർഡ് QI2 വയർലെസ് ചാർജിങ്. ഓക്കെ, 4870 mAh ബാറ്ററിയാണ് ഈ ഫോൺ വരുന്നത്. നല്ല അടിപൊളി ബാറ്ററി തന്നെയാണ് ഗൈസ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ ബാറ്ററി കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. ക്യാമറ ഗൈസ്, ഈ ഫോണിൻ്റെ ഇല്ലേ ഗൈസ്, ക്യാമറ വരുന്നതെന്ന് അറിയില്ല, 50 MP ഒരു ക്യാമറ ആണ്. ഓക്കെ, നല്ല ക്യാമറ ഒക്കെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, 50 MP. പക്ഷേ ഇതിൽ വേറൊരു സാധനം കൂടി വരുന്നുണ്ട് ഈ ക്യാമറയോടൊപ്പം തന്നെ. എന്താണെന്നറിയോ, OIS എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഗൈസ്. അതും ഒരു പ്രോസസ്സറാണ്. അത് ഈ ക്യാമറയോടൊപ്പം തന്നെ വരുന്നുണ്ട്, OIS എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഷൂട്ടായാലും ഫോട്ടോസ് ആയാലും കാണാൻ പറ്റും. അതാണ് ഇവരിങ്ങനെ കുറച്ചും കൂടി ഇത്ര രാത്രി ആയാലും നിങ്ങൾക്ക് നടക്കും നല്ലൊരു ബ്രൈറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുക. ഭയങ്കര വെട്ടമൊന്നുമല്ല, എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയ വെട്ടമൊക്കെ ഉണ്ടാവും ഗൈസ് വീഡിയോ. നല്ല ഭംഗിയായിട്ട് തന്നെ പ്രീമിയം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. എന്നിട്ട് അത്ര രസമായിട്ട് തന്നെ കമ്പനി കൊടുത്തേക്കണം അവരുടെ ക്യാമറ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും അവർ കാണാൻ പറ്റും എത്ര രാത്രി ആയാലും ഗൈസ് കേട്ടാ. OIS എന്ന സംഭവം കൂടെയാണ് ഈ ക്യാമറയിൽ അവർ ആഡ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ OIS. പിന്നെന്താണ് ഗൈസ്, പിന്നെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ഗൈസ്, അൾട്രാ വൈഡ് ഗൈസ്. ഈ ഫോണിൻ്റെ അൾട്രാ വൈഡ് എന്ന് പറഞ്ഞില്ലേ ഗൈസ്, 48 MP വിത്ത് എന്തായിരുന്നു ഗൈസ്, 48 MP ആണ്. 48 MP വിത്ത് മാക്രോ ഫോക്കസ്, അങ്ങനെ ഒരു സംഭവമാണ് ഗൈസ്. ഈ 48 MP ആണ് അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ മാക്രോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി കമ്പനി ഈ പ്രാവശ്യം അൾട്രാ വൈഡിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മാക്രോ ഫോക്കസ് പുതിയൊരു ഫീച്ചറാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. ആ സാധനം കൂടി ഇതിനൊപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അൾട്രാ വൈഡിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നേക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, വെച്ചാൽ നല്ല രീതി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫോൺ വളക്കേ തിരിക്കേ എങ്ങനെ ചെയ്താലും ഒരു ബ്ലറ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു മാക്രോ ഫോക്കസ് ആണ് സംഭവം കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അൾട്രാ വൈഡ് കഴിഞ്ഞ് ഫ്രണ്ട് ക്യാമറ ഗൈസ്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇല്ലേ ഗൈസ്, 42 MP 42 MP ഡ്യുവൽ PD സെൽഫി ക്യാമറ ആണ് ഗൈസ്. നിങ്ങൾക്ക് നല്ല ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇല്ലേ ഗൈസ്, നല്ല അടിപൊളിയാണ് ഗൈസ്. നല്ല രീതി നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കൂടെ എടുക്കാൻ പറ്റും. കിടില സാധനം തന്നെയാണ്. 42 MP ഡുവൽ PD, നിങ്ങൾ ഓർത്ത് നോക്കി, കിടില സാധനമല്ലേ, ഡുവൽ PD സെൽഫി ക്യാമറ. അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഫ്രണ്ട് ക്യാമറ കൂടെ എടുക്കാൻ പറ്റും. അതാണ് ഫീച്ചർ, ബെസ്റ്റ് ഫീച്ചർ അല്ലേ ഗൈസ് ആക്കാം, വീഡിയോ അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ബെസ്റ്റ് ഫീച്ചറാണ് ആക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഫ്രണ്ട് ക്യാമറേനെ പറ്റി പറഞ്ഞത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ കഴിഞ്ഞ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് ഗൈസ്. ഈ ഫോണിൽ വീഡിയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞില്ലേ ഗൈസ്, വീഡിയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വീഡിയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഗൈസ് 4K 60 FPS വരെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. അതാണ് 4K 60 FPS വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്യും, ഞാൻ പറയണത് ഗൈസ്. ഉറപ്പായിട്ടും 4K 60 FPS എന്തായാലും ഈ ഫോണിൻ്റെ വീഡിയോസിലായാലും ഫോട്ടോസിലായാലും എന്തിനായാലും സപ്പോർട്ട് ചെയ്യും. വിത്ത് 10 bit HDR സപ്പോർട്ട് ചെയ്യും ഗൈസ്. 10 bit HDR അതും കൂടി ഈ ഫോണിൻ്റെ ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്തായിരുന്നു ഗൈസ്, പിന്നെന്തായിരുന്നു വീഡിയോൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് ഗൈസ്. അതും ഈ പ്രാവശ്യം അവർ ഈ കമ്പനി ഈ ഫോണിലൂടെ ഇറക്കുന്നുണ്ട്. വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റെബിലൈസേഷൻ ആ സംഭവം കൂടി അവർ ഈ പ്രാവശ്യം ഇറക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ വില എത്രയെന്ന് ആൾക്കാർ ചോദിക്കും. ഞാൻ പറയണേണ് 1,09,999 ഗൈസ്. എന്ന് വെച്ചാൽ ₹1 വ്യത്യാസം, 1,10,000, 1,10,000. 1,10,000 ഈ ഫോൺ ബെസ്റ്റ് ആണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഗൈസ്, ഒരു നോർമൽ ഫോൺ എന്ന് വെച്ചാൽ ഒരു നോർമൽ യൂസർ അയാൾക്ക് ഡെയിലി യൂസിന് വേണ്ടി, ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫോണാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും കണ്ണടച്ച് പറയും, അതെ, നിങ്ങൾക്ക് ഡെയിലി യൂസിന് ബെസ്റ്റ് ഫോണാണ് ഈ ഫോൺ. ഒരു കുഴപ്പമില്ല, ഡെയിലി യൂസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പറ്റും. പിന്നെ ഗെയിമിംഗ് ഒക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഗൈസ്, അതൊന്നും വലുതായിട്ട് അങ്ങനെ നല്ല ഗെയിമിങ്ങിന് അഡ്വാൻസും അങ്ങനെയൊന്നും കൊടുക്കില്ല. നിങ്ങൾക്ക് ഗെയിമിങ്ങും
ഡെയിലി യൂസും കൂടി രണ്ടും കൂടി സപ്പോർട്ട് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ സാംസങ് ഗാലക്സി S26 Ultra എടുത്താൽ മതി. അത് രണ്ടും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിമിംഗ് ഒന്നും അങ്ങനെ വലുതായിട്ട് നോക്കണ്ട. എനിക്ക് ഡെയിലി യൂസ് നോക്കിയാൽ മതി. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഓഫീസ് വർക്ക് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫോൺ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണം ഗൂഗിൾ പിക്സൽ 10 Pro. ഈ ഫോണിൻ്റെ ക്യാമറയൊക്കെ അടിപൊളിയാണ്. 50 MP ക്യാമറ, അടിപൊളി സാധനമാണ്. അത് OIS എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി തന്നെ ഉണ്ട്. കീഴിൽ ഒരു തന്നെ വീഡിയോ എടുക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറ 42 MP വിത്ത് ഡുവൽ PD, അതൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ്, നല്ല ക്ലാരിറ്റിയോടെ തന്നെ ഒരു ബ്ലറും ഇല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് വാക്കുവരുന്നു, ഒരു ബ്ലറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിലേക്ക് ഇത് ഫുള്ളി ഒരു AI ഫോണാണ്. പക്ഷെ ഗൂഗിളിൻ്റെ ഞങ്ങളാണല്ലോ ഈ ഫോൺ ഇറക്കിയേക്കണത്. ഫുള്ളി AI ടെക്നോളജിയൊക്കെ വെച്ച് ഞങ്ങൾ ഈ ഫോൺ ഇറക്കിയേക്കണത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഗ്രീൻ സ്ക്രീൻ അങ്ങനെ വരത്തില്ല. പിന്നെ സ്ലിമ്മർ ആൻഡ് ലൈറ്റർ ആണ് ഈ ഫോൺ. എന്ന് വെച്ചാൽ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ, നല്ല സ്ലിമ്മർ ആയിട്ട് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. ഓക്കെ, ഈ അൾട്രാവൈഡ് എന്ന് പറഞ്ഞാൽ അൾട്രാവൈഡ് സാധാരണ ഒരു 50 എല്ലാ ഫോണും വരാം. അങ്ങനെ എന്ന് പറഞ്ഞാൽ 48ആണ്. പക്ഷേ ഇല്ലേ, 48 ആയാലും മാക്രോ ഫോക്കസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് മാക്രോ ഫോക്കസ് ആ സാധനമൊക്കെ വേറെ ഫോൺ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. മാക്രോ ഫോക്കസ് അതും ഞങ്ങൾ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങൾ പൈസ പോകണതിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചില്ല. ആൾക്കാർ ഹാപ്പി ആവണം. ആൾക്കാർ ആ വാങ്ങണ ഫോണിന് അവർ ഹാപ്പി ആയിരിക്കണം. അതെ അത്രേ ഉള്ളൂ ഗൈസ്. ഈ പ്രാവശ്യം ഗൂഗിൾ പിക്സൽ 10 Pro എന്ന ഫോണിൽ കൂടി അവർ ഉദ്ദേശിക്കുന്നത് നല്ല വില കൂടിയ സാധനമാണ് ഗൈസ്. നിങ്ങൊന്ന് ഓർത്ത് നോക്കി. ഇപ്പോഴില്ലേ നമ്മ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? മിനിമം 30,000-40,000 കൊടുക്കണം ഒരു നല്ല ഫോൺ വാങ്ങണമെങ്കിൽ. അല്ലാണ്ട് 10,000-ത്തിനൊക്കെ ഇപ്പോൾ ഫോൺ കിട്ടും. വെറും ചവർ ഫോൺ ഗൈസ്, ഒരു ഗുണമോ ഒന്നുമില്ല. ക്യാമറയൊക്കെ വെറും പൊട്ട ക്യാമറ ആയിരിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസം ആകുമ്പോൾ തന്നെ ഗ്രീൻ സ്ക്രീനാ, ബ്ലറാ, ക്യാമറയിൽ ഫംഗസാ, ഇങ്ങനെ എന്തെങ്കിലും പിടിക്കും. ഈ 10,000-ത്തിന് മിനിമം 30,000 കൊടുക്കണം നല്ല ഫോണിൽ. 30,000-40,000. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ്, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എക്സ്ട്രീം ഫോണാണ് ഗൈസ്. ഡെയിലി യൂസിന് നിങ്ങൾക്ക് പറ്റും. ഓഫീസ് വർക്ക് എന്ത് ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഫോണാണ് ഈ ഫോൺ. പിന്നെ ഗെയിമിങ്ങിന് വലിയ അവരിത് കൊടുത്തില്ല. കാരണം ആൾക്കാരുടെ ഇതൊന്നും ഡെയിലി യൂസേജ് ആണ് അവർ ഈ പ്രാവശ്യം നോക്കിയേക്കാണ്. ഇത് ഗെയിമിങ്ങും കൂടി അത് കൊടുത്തിട്ടില്ല. ഗെയിമിങ്ങും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഫോണില്ലേ S26 Ultra അതെടുത്താൽ മതി. ഡെയിലി യൂസിനും പറ്റണ ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ ഈ ഫോൺ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ആർക്കെങ്കിലും ഈ ഫോൺ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. 1,10,000 ഒക്കെ ഉള്ളൂ ഈ ഫോണിന്. നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റണ ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ ഈ ഫോൺ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എല്ലാവരും വാങ്ങിച്ച് അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ ചിപ്സെറ്റ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നെക്സ്റ്റ് ജനറേഷൻ ടെൻസർ G5 ചിപ്പ്. അടുത്ത ഇനിയെല്ലാം അങ്ങോട്ടുള്ള തലമുറകളിലെ എല്ലാ ഫോണിലും ഈ ടെൻസർ G5 ചിപ്പായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വാക്കുതരാം. എനിക്കും തോന്നുന്നുണ്ട് ആ ഫോൺ തന്നെ ആയിരിക്കും, അല്ല ആ ചിപ്പായിരിക്കും എല്ലാ ഫോണുകളിലും വരുന്നത്. എനിക്കും തോന്നുന്നുണ്ട്, ഉറപ്പുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ വേറെന്തല്ല ഗൈസ്. ഓക്കെ, നല്ല വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് എത്ര ഇരുട്ടിയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ്സോടെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഗൈസ്. ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു ലാഗ്, ഒരു മൂഡ്, രാത്രിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് മൂടൽ മഞ്ഞ് അങ്ങനെയൊക്കെ തോന്നൂല ഗൈസ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്കൊരു വെട്ടം തോന്നും ഗൈസ്. വീഡിയോനൊക്കെ നല്ല പ്രീമിയം ഇടാനുള്ള വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് പോകും. പിന്നെ 4K 60 FPS ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ. 10-bit HDR ഇമ്പ്രൂവ്ഡ് ആണ് ഗൈസ്. 10-bit HDR 4K 60 FPS മാത്രമല്ല, 4K 60 FPS മാത്രമല്ല 10-bit HDR കൂടി ഈ പ്രാവശ്യം ഇമ്പ്രൂവ്ഡ് ആണ് ഈ ഫോണിൽ. അതും കൂടി അവർ ആഡ് ചെയ്ത്. പൈസ ഒന്നും നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ബെസ്റ്റ് ഫോൺ, ക്യാമറ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ബെസ്റ്റ് ഫോൺ, ഡെയിലി യൂസിന് വരുന്ന ബെസ്റ്റ് ഫോണാണ് ഞാൻ ഈ ഫോണിനെ പറ്റി പറയുള്ളൂ. 1,10,000 രൂപീസാണ് ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇങ്ങനെ നല്ല ടെക് വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇറ്റ്സ് മീസ് ഗൂഗിൾ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.